വശീകരണ മന്ത്രം എന്ന് പറയുമ്പോൾ പൊതുവെ സ്ത്രീവശത്തിന് വേണ്ടിയാണ് ഈ മന്ത്രം ഉപയോഗിക്കുന്നത്. അഥർവവേദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്തംഭനം, ഉച്ചാടനം, വശ്യം എന്നിങ്ങനെയുള്ള മന്ത്രങ്ങൾ എഴുതിയിരിക്കുന്നത്. ഈ ഇപ്പോൾ പറയാൻ പോകുന്ന മന്ത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പഴയ രീതിയിലുണ്ടായിരുന്ന ഉച്ചാടനം, ആവാഹനം, കൂടോത്രം ആ ഒരു രീതിയിലുള്ള ഒരു മന്ത്രമാണ്. അതിൻ്റെ കൃത്യമായ പ്രയോഗം നടത്തിയില്ലെങ്കിൽ അത് നമുക്ക് ദോഷമായി ഭവിക്കുന്നുള്ളത് നമ്മൾ മുൻകൂട്ടി പറയുകയാണ്. അതായത് ഇത് ചെയ്യേണ്ട രീതി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ കൈപ്പിടിയിൽ നാരങ്ങ, പഴവർഗ്ഗങ്ങൾ, മധുരപലഹാരങ്ങൾ ഇതിലേതെങ്കിലും ഒന്നൊക്കെ നമ്മുടെ കയ്യിൽ വെച്ചതിന് ശേഷമാണ് ഈ മന്ത്രം ജപിക്കേണ്ടത്. മന്ത്രത്തിന് ശക്തി, അതായത് മന്ത്രസിദ്ധി എന്ന് പറയും. ആ മന്ത്രസിദ്ധി ലഭിക്കണമെങ്കിൽ ഈ മന്ത്രം ഒരു വട്ടമെങ്കിലും, അതായത് 1,00,000 തവണ ഈ മന്ത്രം ഉരുവിട്ട് ആ മന്ത്രത്തിൻ്റെ ഫലസിദ്ധി നമുക്ക് വന്നതിന് ശേഷമാണ് നമ്മൾ ചടങ്ങ് പ്രകാരമുള്ള ഈ നാരങ്ങ, പഴവർഗ്ഗങ്ങൾ, സ്വീറ്റ്സ് എന്നിവ കയ്യിൽ വെച്ച് ഈ മന്ത്രം ജപിക്കേണ്ടത്. അത് 101 തവണയാണ് അത് ജപിക്കേണ്ടത്. ഈ മന്ത്രസിദ്ധി വന്നതിന് ശേഷം 101 തവണ ഈ മന്ത്രം ജപിച്ചതിന് ശേഷമാണ് അതിൻ്റെ ഫലം നമുക്ക് കൃത്യമായി ലഭിക്കുകയുള്ളൂ. ഈ മന്ത്രം നിർമ്മിച്ചിരിക്കുന്നത്, ഈ മന്ത്രം പൂർവികന്മാർ നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ഭാര്യയെ അന്വയിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു മന്ത്രമാണിത്. പിൽക്കാലത്ത് അത് പല രീതിയിലും ഉപയോഗപ്പെട്ടുവെങ്കിലും ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ ഉപയോഗം. ഈ കയ്യിൽ പിടിച്ചിരിക്കുന്ന നാരങ്ങ, പഴവർഗ്ഗങ്ങൾ എന്നിവ നമ്മൾ ഈ മന്ത്രം ജപിച്ച് 101 തവണ ജപിച്ച് ഉറപ്പിച്ചതിന് ശേഷം ഇത് നമുക്ക് ആർക്കാണോ വേണ്ടത് അവർക്ക് എങ്ങനെയെങ്കിലും നമുക്കിത് കഴിപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവർ നമ്മുടെ വശത്താകും എന്നാണ് ഈ മന്ത്രത്തിൻ്റെ ഫലമായി പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പണ്ടുള്ള ആൾക്കാർ പറയുന്നത്, ഇത് വന്നു കഴിഞ്ഞാൽ, അത് നമുക്ക് പരിചയമില്ലാത്ത ഒരാളോ അങ്ങനെയൊക്കെ എന്തെങ്കിലും നമുക്ക് ഭക്ഷണം തന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കരുതെന്ന് പറയുന്നത് ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇതും കൂടോത്രത്തിനും അങ്ങനത്തെ കാര്യവുമൊക്കെ ഇതിൻ്റെ ഒരു ബേസിലാണ് നടക്കുന്നത്. നമുക്ക് മന്ത്രത്തിലേക്ക് കടക്കാം. ഓം നമോ ഭഗവതോ അടിതുള്ളി മൂലാധാരം തുള്ളി മുച്ചത്തുര തുള്ളി അടിവിയർത്ത് മുടിവിയർത്ത് തുകിലഴിഞ്ഞ് മനമുരുകി എൻ വശമായി നിൽക്ക സ്വാഹ. ഓം നമോ ഭഗവതോ അടിതുള്ളി മൂലാധാരം തുള്ളി മുച്ചതുര തുള്ളി അടിവിയർത്ത് മുടിവിയർത്ത് തുകിലഴിഞ്ഞ് മനമുരുകി എൻ വശമായി നിൽക്ക സ്വാഹ. ഇതാണ് ഉപയോഗിക്കേണ്ട മന്ത്രം. ഇതുപോലെ തന്നെ ചാമുണ്ഡി മന്ത്രം, വരാഹി മന്ത്രം, നാഗമന്ത്രം, ചാത്തൻ സേവാ മന്ത്രം എന്നിവയൊക്കെയും നമ്മൾ വീഡിയോസായിട്ടിട്ടുണ്ട്. ഷോർട്ട് വീഡിയോയും എല്ലാതെയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.